ഒരു മാതാവും പിതാവും. അവർക്ക് ആകെ ജീവിതത്തിൽ കുറേ വൈകിയാണ് ഒരു കുഞ്ഞുണ്ടായത്. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവസാനം ഒരു കുഞ്ഞുണ്ടായി, ഒരു ആൺകുട്ടി ഉണ്ടായി. ഈ കുഞ്ഞിങ്ങനെ വളർന്ന് ഏകദേശം ഒരു 10-15 വയസ്സായപ്പോൾ പെട്ടെന്നൊരു രോഗം ആ കുഞ്ഞിനെ വന്ന് പിടികൂടി. അങ്ങനെ പല ഡോക്ടർമാരെയും കണ്ടു. പലരെയും കണ്ടിട്ട് എവിടെ പോയിട്ടും ആ രോഗം എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല, സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല. ഏത് ഡോക്ടർമാരെ, വിദഗ്ധന്മാരെ മാറി മാറി കണ്ടിട്ടും എന്താണ് രോഗമെന്ന് കണ്ടെത്താൻ കഴിയാതെ അവസാനം ഏതോ ഒരു സ്ഥലത്തൊരു ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി അദ്ദേഹത്തിന്റെ പരിശോധനയിൽ, ടെസ്റ്റുകളിൽ രോഗം എന്താണെന്ന് സ്ഥിരീകരിച്ചു. പക്ഷെ ആ ഡോക്ടർ പറഞ്ഞു, ഇതിനുള്ള ട്രീറ്റ്മെന്റ് എവിടെയില്ല. ഇതിന്റെ ട്രീറ്റ്മെന്റ് ആകെ നമുക്ക് ഉത്തരേന്ത്യയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ മാത്രമാണുള്ളത്. ഇത് അങ്ങനെയുള്ളൊരു രോഗമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്രസ്സും കാര്യമൊക്കെ ഞാൻ തരാം. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങളെ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ട് ഒരു പരിഹാരം നിങ്ങൾക്ക് കണ്ടെത്താം. വളരെ സന്തോഷത്തോടുകൂടി അഡ്രസ്സൊക്കെ വാങ്ങി നേരത്തെ അവിടേക്ക് പോകാനുള്ള യാത്രാ ടിക്കറ്റ് ട്രെയിനിൽ അദ്ദേഹം ബുക്ക് ചെയ്തു. അദ്ദേഹത്തിനും ഭാര്യയ്ക്കും കുഞ്ഞിനും. ഒരു 3 ദിവസം യാത്ര ചെയ്താൽ അവിടെ എത്തും. അങ്ങനെ അവർ യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയുടെ തുടക്കം വളരെ പ്രയാസകരമാണ്. തീ തിന്നുകൊണ്ടാണ് അവർ യാത്ര ആരംഭിക്കുന്നത്. എന്താണ് അവരുടെ ആശങ്കകൾ? പലതുമുണ്ട്. ഒന്നാമത്തെ ആശങ്ക, പടച്ചവനെ, ഈ പോകുന്ന നാട് പരിചയമില്ലാത്ത നാടാണ്, അവിടുത്തെ ഭാഷ അറിയില്ല, വശമില്ല, എന്തായിരിക്കും അവിടെ ചെന്നാൽ ആവുക. രണ്ടാമത്തെ കാര്യം, ഈ രോഗത്തെക്കുറിച്ചുള്ള പേടിയും, ആകെയുള്ള ഒരു കുഞ്ഞും. അങ്ങനെ പലതും പേടിച്ച് ഭയപ്പെട്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടോടുകൂടി ഭക്ഷണം കഴിക്കാതെ, ഉറക്കം വരാതെ അങ്ങനെ 2-3 ദിവസത്തെ യാത്രയിൽ അവിടെ എത്തി. അങ്ങനെ ഡോക്ടറെ കണ്ടു, പരിശോധന, അവിടെ പോയി ടോക്കണൊക്കെ എടുത്ത് കുറേ സമയം കാത്തിരുന്ന്. ധാരാളക്കണക്കിന് രോഗികളുണ്ട്, പലയിടത്തു നിന്നും വന്നിട്ടുണ്ട്. എല്ലാം പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിന്റെ രോഗത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല, കുറച്ച് ഗൗരവമുള്ളതാണെങ്കിലും നിങ്ങളൊരു 3 മാസത്തെ തുടർച്ചയായ ചികിത്സ നടത്തിയാൽ ഈ രോഗം പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താം. പക്ഷെ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഒരു രീതിയുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ട്രീറ്റ്മെന്റിന് വരണം. രാവിലെ 8 മണിക്ക് വന്നാൽ ഉച്ചക്ക് 1 മണിക്ക് തിരിച്ചു പോവാ. അതാണ് ട്രീറ്റ്മെന്റിന്റെ സമയം, അതാണ് നിങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്. പിന്നെ അടുത്ത ദിവസം വീണ്ടും രാവിലെ 8 മണിക്ക് വരണം. അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് സൗകര്യമൊന്നും ഹോസ്പിറ്റലിൽ ഇല്ല. നിങ്ങൾ പുറത്ത് എവിടെങ്കിലുമൊക്കെ റൂം എടുത്ത് ഹോട്ടലിലോ മറ്റോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾ താമസിച്ച് അങ്ങനെ ഈ 3 മാസം മുടങ്ങാതെ ചികിത്സിക്കണം. അങ്ങനെ ഇവർ പുറത്തിറങ്ങിയിട്ട് ആ പരിസരങ്ങളിലും അപ്പുറത്തുപ്പുറത്തൊക്കെ ഉള്ള ഹോട്ടലുകളൊക്കെ പരിശോധിച്ചു. എവിടെ ചെന്നിട്ടും ഒഴിവില്ല, വേക്കൻസി ഇല്ല, എല്ലായിടത്തും ഫില്ല. അവർ പറഞ്ഞു 1 മാസം കഴിയണം, 2 മാസം കഴിയണം. ആളുകൾ അഡ്മിറ്റാണ് ഇതുപോലെ, അവരൊക്കെ പിരിഞ്ഞു പോകണം, സമയം കാത്തിരിക്കേണ്ടി വരും, വെയിറ്റിംഗ് വരും. അപ്പൊ ഈ മനുഷ്യനാകെ വല്ലാത്ത പ്രയാസം. ആകെ ഒരു മോനാണുള്ളത്, ആകെ ഒരു മകനാണ്. സങ്കടം, എന്തെങ്കിലും സംഭവിക്കുമോ, കൈവിട്ടു പോകുമോ, കൈമോശം വരുമോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. അങ്ങനെ അദ്ദേഹം അതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഒരു അസർ ബാങ്ക് ഒരു പള്ളിയിൽ നിന്ന് ഇങ്ങനെ കുറച്ചപ്പുറത്ത് എവിടെ നിന്നോ കേൾക്കുന്നത്. ഈ ബാങ്ക് കേട്ടപ്പോൾ ഇദ്ദേഹവും ഭാര്യയും കുഞ്ഞും കൂടെ വേഗത്തിൽ ആ ശബ്ദം കേട്ടിടത്തേക്ക് ലക്ഷ്യമാക്കി നടന്നു. അവിടെ എത്തി. അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി കയറി. ഭാര്യയെ പുറത്തിരുത്തിയിട്ട് ഇവർ രണ്ടുപേരും നമസ്കരിക്കാൻ കയറി. അദ്ദേഹത്തിന്റെ മനസ്സിൽ വുളു എടുക്കുന്നത് മുതൽ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു പ്രതീക്ഷ, ഏതെങ്കിലും നമ്മുടെ ഒരു നാട്ടുകാരൻ, ഒരു മലയാളി, ഒരു മുഖപരിചയം ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു കാഴ്ചയിൽ അങ്ങനെയുള്ള ഒരാളെ കണ്ടെങ്കിൽ ഒരു സഹായം തേടാമായിരുന്നു. സലാം വെട്ടി ഉടൻ അദ്ദേഹം പുറത്തിറങ്ങി. മോനെയും പിടിച്ചിങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്, ആ പള്ളിമുറ്റത്ത്. ഓരോരുത്തരും വരുമ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. നമുക്ക് രൂപം കൊണ്ടും ഭാവം കൊണ്ടും ഒക്കെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആളുകളെ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ അദ്ദേഹം നോക്കിയിട്ട് ആരെയും കിട്ടുന്നില്ല. കുറച്ച് സമയം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ വന്നപ്പോൾ ഒരു മുഖത്തിന്റെ ഭാവം കണ്ടപ്പോൾ, രൂപം കണ്ടപ്പോൾ ഒരു മലയാളിയെ പോലെ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷ. അടുത്തെത്തി സലാം ഓതിയപ്പോൾ അദ്ദേഹം മലയാളിയാണ്. വളരെ സന്തോഷമായി. ഇദ്ദേഹം ആ വ്യക്തിയോട് കാര്യങ്ങൾ പറഞ്ഞു. മോനെ കാണിച്ചു കൊടുത്തു, അപ്പുറത്ത് നിൽക്കുന്ന ഭാര്യയെ കാണിച്ചു കൊടുത്തു, ഇന്നതാണ് വിഷയമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ, അദ്ദേഹം ഒരു യുവാവാണ്, അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുത്. ഞാൻ വർഷങ്ങളായിട്ട്, ഒരു 5-6 വർഷമായിട്ട് ഇവിടെ ഒരു ഗവൺമെന്റ് സർവീസിൽ ഇവിടെ എനിക്ക് ജോലിയുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും 2 മക്കളും ഇവിടെ താമസിക്കുന്നത്. സ്വന്തമായിട്ട് ഞാനൊരു വീട് വാങ്ങിയിട്ടുണ്ട്. ജോലിയൊക്കെ പിരിഞ്ഞ് പെൻഷനായി തിരിച്ചു പോകുമ്പോൾ വിറ്റുപോകണമെന്ന ആഗ്രഹത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു റൂം ഇവിടെ ബാലൻസ് ഉണ്ട്, ഒരു റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾക്കും ഭാര്യക്കും മകനും അവിടെ താമസിക്കാം. ഈ മനുഷ്യന്റെ തലയിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. രണ്ടാമത്തെ കാര്യം ഇതായി ചെറുപ്പക്കാരൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ 3 മാസക്കാലം ഇവിടെ താമസിക്കുമ്പോൾ എനിക്കതിന് പകരമായിട്ട് റെന്റോ വാടകയോ ഒന്നും നിങ്ങൾ തരേണ്ടതില്ല. ഒന്നുകൂടെ സമാധാനം. മൂന്നാമത് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, നിങ്ങൾ ഈ 3 മാസത്തെ താമസ കാലയളവിൽ ഒരു ചായ പോലും പുറത്തു പോയിട്ട് പൈസ കൊടുത്ത് കുടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാക്കും. ഇദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ മുഖത്തോട് ഒറ്റാൻ തുടങ്ങി. ഇദ്ദേഹം ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. ഈ മനുഷ്യനെ കെട്ടിപ്പിടിച്ചിട്ട് നന്ദി പറയാ. ഇതിന് മാത്രം ഒരു സൗഭാഗ്യം എവിടെന്നാ കിട്ടുക?
ആ വീട്ടിൽ താമസം തുടങ്ങി ഒരു കുടുംബത്തെ പോലെ താമസിച്ചു. രോഗം ഇങ്ങനെ ട്രീറ്റ്മെന്റ് തുടങ്ങി. ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴത്തേന് മാറ്റം പ്രകടമാവാൻ തുടങ്ങി. 3 മാസത്തെ ചികിത്സയിലൂടെ രോഗം പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. വളരെ ഹാപ്പിയായി, മുഖത്ത് വല്ലാത്ത സന്തോഷം. അങ്ങനെ ഇതൊക്കെ മാറി ഈ കുടുംബത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ ഒരാഴ്ച കൂടി അവിടെ വെറുതെ താമസിച്ചു. അവർക്ക് നന്ദി പറയാൻ, അവരുമായിട്ട് സ്നേഹം പങ്കുവെക്കാൻ. ഈ കാലയളവിൽ തിരിച്ചുള്ള യാത്രാ ടിക്കറ്റ് ഈ ചെറുപ്പക്കാരൻ അവർക്ക് വേണ്ടി റിസർവ് ചെയ്തു. അദ്ദേഹത്തിന്റെ പണം കൊടുത്ത് റിസർവ് ചെയ്തു. പോകേണ്ട ദിവസം നല്ല ഭക്ഷണമൊക്കെ ഒരു പാർട്ടി പോലെ കൊടുത്ത് ഇവരെ സ്വന്തം വാഹനത്തിൽ ഇദ്ദേഹവും ഭാര്യയും ഈ 2 മക്കളും ചേർന്ന് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി യാത്രയാക്കി. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ നാട്ടിലേക്ക് പോകുന്നത്. തിരിച്ചുള്ള യാത്ര മനോഹരമായിരുന്നു. തിരിച്ചുള്ള യാത്ര സന്തോഷദായകമായിരുന്നു. ഇങ്ങോട്ടുള്ള യാത്ര എത്രത്തോളം പ്രയാസകരമായിരുന്നോ, ദുരിതമായിരുന്നോ, അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് സന്തോഷത്തിലാണ് ഇവർ മടങ്ങുന്നത്. ഈ മടക്കത്തിൻ്റെ ഇടയിൽ ഇടക്കിടക്ക് ഭാര്യ ഭർത്താവിനോട് പറയും, നമുക്കൊരു 2 മാസം കഴിഞ്ഞിട്ട് ഈ കുടുംബത്തെ കാണാൻ വേണ്ടി ഒന്ന് ഈ നാട്ടിലേക്ക് വരണം, ഇവരോട് ഒന്നും കൂടെ നന്ദി പറഞ്ഞ് ഒരു 4 ദിവസം നിന്നിട്ടൊന്ന് തിരിച്ചു പോകണം. ഭർത്താവ് പറയും, തീർച്ചയായിട്ടും 2 മാസമല്ല, 1 മാസം കഴിഞ്ഞ് വരണം. ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ വീട്ടിലെത്തി. ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. ഭാര്യ തന്റെ കുടുംബകാര്യങ്ങളിലേക്ക് പ്രവേശിച്ചു. മകൻ തന്റെ പഠനത്തിലേക്ക് പ്രവേശിച്ചു. പതുക്കെ ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ മനസ്സിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ മാഞ്ഞു പോവാണ്. ഇതിങ്ങനെ മറന്നുപോയി. ഈ കിട്ടിയ സേവനത്തെക്കുറിച്ച് അവരിങ്ങനെ വിസ്മരിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന്, ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് ഇത് പറ്റ മറന്നു. ഒരു 2 വർഷം കഴിഞ്ഞു. പെട്ടെന്ന് ഏതോ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹവും ഇങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും മകനും ഏതോ ഒരു വിവാഹ പന്തലിലേക്ക് കുറച്ചപ്പുറത്ത്, ഏതോ സ്വന്തം ജില്ലക്കപ്പുറത്ത് മറ്റൊരു ജില്ലയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഒരു വിവാഹ പന്തലിലേക്ക് ചെല്ലുമ്പോൾ ആ വിവാഹ പന്തലിൽ ആ കയറി ചെല്ലുന്നിടത്ത് ആ ചെയറുകളിൽ അന്ന് ഇവരെ സഹായിച്ച വീട് കൊടുത്ത് സൗകര്യം ചെയ്ത് കൊടുത്ത ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും ആ ചെയറുകളിൽ ഇരിക്കുന്നുണ്ട്. അവരിങ്ങനെ അവരുടെ ഒരു റിലേറ്റീവിലൊരു വിവാഹമാണ്. അവരങ്ങനെ വെക്കേഷൻ ഇവിടെ നാട്ടിലുണ്ട്. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്നിടത്തേക്കാണ് ഇവർ നേരെ ചെല്ലുന്നത്. കാണേണ്ട മാത്രയിൽ ഇവരെ കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഖം ലജ്ജയോടുകൂടി താഴുകയാണ്. ലജ്ജയോടുകൂടി അവരെ നോക്കാൻ കഴിയാതെ മുഖം തലതാഴ്ത്തുകയാണ്. മുഖത്തെന്തോ ഒരു മ്ലാനത. ഇദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് മന്ത്രിച്ചു. ഭാര്യയുടെ മനസ്സ് ആ ഭാര്യയോട് മന്ത്രിച്ചു. മകന്റെ മനസ്സ് അവനോട് മന്ത്രിച്ചു. ഇവരുടെ വീട്ടിലേക്ക് പോവാമെന്നും കാണാമെന്നും ബന്ധം പുതുക്കാമെന്നും തീരുമാനിച്ചിട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഈ 2 വർഷത്തിനിടയിൽ ഒരിക്കലെങ്കിലും ഒരു ഫോൺ കോൾ വിളിച്ചിട്ട്, ഒരു ഫോൺ നമ്പറിൽ ഡയൽ ചെയ്തിട്ട് അവരെ ഒന്ന് വിളിച്ചിട്ട് അവരുടെ വിശേഷങ്ങൾ ചോദിക്കാമായിരുന്നല്ലോ. ചോദിക്കാൻ കഴിഞ്ഞില്ല. വളരെ മോശമായി ലജ്ജയോടുകൂടി മുഖം താഴ്ത്തും. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത്, അല്ലദീന യളുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ. അല്ലാഹു നൽകിയ മുഴുവൻ സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തും ആരോഗ്യവും എല്ലാം ആവോളം അനുഭവിച്ച് ജീവിതത്തിലൂടെ അലക്ഷ്യമായി കടന്നുപോയി. അങ്ങനെ മുന്നോട്ട് പോയി. അവസാനം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ശ്വാസം നിലക്കുന്നു, നമ്മുടെ കണ്ണടയുന്നു, മറ്റൊരു ലോകത്തേക്ക് നമ്മൾ യാത്രയാകുന്നു. ആ സാഹചര്യത്തിൽ അള്ളാഹുവിനെ പെട്ടെന്ന് നമ്മൾ കണ്ടുമുട്ടേണ്ടി വന്നാൽ എങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ മുഖത്ത് നോക്കാൻ കഴിയും? ഈ ഒരു കാഴ്ചപ്പാടാണ് നമുക്കുണ്ടാവേണ്ടത്. ഈ ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്ത് ഏത് വസ്തുക്കൾക്കും, ഏതൊരു വസ്തു എടുത്ത് പരിശോധിച്ചാലും അതിനൊരു രൂപവും ഒരു യാഥാർത്ഥ്യവുമുണ്ട്. ഇപ്പൊ നമ്മളൊരു ആപ്പിൾ എടുത്താൽ ആ ആപ്പിളിന് ഒരു രൂപമുണ്ട്. ആ രൂപം നമുക്കൊക്കെ അറിയാം. കുട്ടികൾക്ക് വരെ അതിന്റെ രൂപം മനസ്സിൽ പുറത്തു വരും. ആ ആപ്പിളിന്റെ രൂപം പോലെ തന്നെ അതിനൊരു സാദൃശ്യമുണ്ട്. എന്താണ് അതിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്താണ് ആ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ട്, ചിലതിനൊരു സ്മെല്ലുണ്ടാവും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഒരു മാങ്ങക്കൊരു രൂപമുണ്ട്, ആ രൂപം എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിന്റെ സ്മെല്ലുണ്ട്. ചിലതിനൊക്കെ വല്ലാത്ത സ്മെല്ലായിരിക്കും, അത് നമ്മളെ വല്ലാതെ ആകർഷിക്കും. അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. എന്നാൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഒരു കലാകാരന് വേണമെങ്കിൽ മെഴുക് കൊണ്ട് ഒരു മാങ്ങയുടെ രൂപമുണ്ടാക്കാൻ കഴിയും. ആ മാങ്ങയുടെ രൂപം പെട്ടെന്നൊരു ടേബിളിൽ വെച്ചത് നമ്മൾ കണ്ടാൽ ഇതൊരു മാങ്ങയുടെ ഒറിജിനൽ പോലെ നമുക്ക് തോന്നും. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഒരു രൂപമാണ്, അതൊരു യാഥാർത്ഥ്യമല്ല.
അത് രൂപമാണ്, അതൊരു യാഥാർത്ഥ്യമല്ല. ചില മൃഗശാലകളിലൊക്കെ ചെന്നാൽ, ചില പാർക്കുകളിലൊക്കെ ചെന്നാൽ ചില ജീവികളെ പുലിയും അതേപോലെ സിംഹവും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് കണ്ടാൽ നമ്മൾ പേടിച്ചു പോകും, ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കും. സത്യത്തിൽ അതൊരു രൂപമാണ്. എന്നാൽ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ആ യാഥാർത്ഥ്യം അവിടെ ഇല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇന്ന് ഈ യാഥാർത്ഥ്യമൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞ് വെറും രൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന് ഒരു കാലഘട്ടം വരും, അന്ന് ദീനും ഈമാനും ഇസ്ലാമും എന്നൊക്കെ പറഞ്ഞാൽ വളരെ സാഹസികമായിരിക്കും. അന്നൊരാൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു പ്രയാസം അന്ന് അവർക്ക് മുമ്പിൽ വരും. അന്ന് ആരെങ്കിലും ഈമാൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി പ്രയത്നിച്ചാൽ 50 ആളുകളുടെ പ്രതിഫലം അവർക്ക് കിട്ടും. ഇന്ന് നമ്മുടെ രൂപത്തിൽ മാത്രം നമ്മളൊരു ഉമ്മത്തായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പലതും വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ 9-ാം വർഷം മക്കം വിജയിച്ചടക്കിയ സമയത്ത്, മക്കം ഫത്തഹിന്റെ സന്ദർഭത്തിൽ ധാരാളം ആളുകൾ, ഗോത്രങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. കുറെ ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ വന്ന് ചില ആളുകൾ അങ്ങനെ വന്ന് പലരും ഒന്നും പഠിക്കാത്തവരായിരുന്നു, അറിയാത്തവരായിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മദീനയിൽ ഒരു ഉച്ച നമസ്കാരം കഴിഞ്ഞ് ളുഹർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചൊന്ന് വിശ്രമിക്കാൻ കിടക്കുമ്പോൾ ഒരു സംഘം ഗ്രാമീണർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വന്നു. അവർ വന്നിട്ട് ഇങ്ങനെ മുട്ടി. അവർ റസൂലുള്ളാഹി ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് അവരുടെ അടുത്ത് ചെന്നു. അപ്പൊ അവർ ചോദിച്ചു, താങ്കളാണോ മുഹമ്മദ്? താങ്കളാണോ മുഹമ്മദ്? മുഹമ്മദ് നബിയെ പരിചയമില്ലാത്തവരാ. അപ്പൊ നബി പറഞ്ഞു, അതെ ഞാനാണ് മുഹമ്മദ്. അപ്പൊ അവര് പറഞ്ഞു, യാ മുഹമ്മദ് അല്ലിംനാ മിമ്മാ അല്ലമക്കല്ലാഹ്, അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരൂ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ഷഹാദത്ത് ചൊല്ലണം, നിങ്ങൾ നമസ്കരിക്കണം 5 നേരം, നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, ഒരു മാസം റമളാനിൽ 30 ദിവസമോ 29 ദിവസമോ നോമ്പ് നോൽക്കണം, ആയുസ്സിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യണം. ഇത് കേട്ടപ്പോ ആളുകൾ പറഞ്ഞു, ആ കൂട്ടത്തിലെ ആ ഗോത്രത്തലവൻ പറഞ്ഞു, ഞങ്ങൾ ഷഹാദത്ത് ചൊല്ലുന്നു. അവർ ഷഹാദത്ത് പ്രഖ്യാപിച്ചു. എല്ലാവരും ഷഹാദത്ത് പ്രഖ്യാപിച്ചിട്ട് ആ ഗോത്രത്തലവൻ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇത് പറയേണ്ട താമസം അധികം അവർ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ആയത്തിറങ്ങി. എന്താണ് ആയത്ത്? ഖാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന. എന്താണ്? നിങ്ങൾ ഒരിക്കലും പ്രവാചകരെ ഈ ഗ്രാമീണവാസികളോട് പറയണം, നിങ്ങൾ ഈമാനുള്ളവരാണ് എന്ന് പറയരുത്. നിങ്ങൾ പറയേണ്ടത് അസ്ലംന, ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ എന്ന് മാത്രം പറയുക, ഈമാനുള്ളവരെന്ന് പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിലൂടെ ആ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്ന അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. പലപ്പോഴും ദീനും അതിന്റെ സംവിധാനങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അള്ളാഹു ഏറ്റവും നമ്മൾ അഭിമാനമായി സ്വീകരിക്കേണ്ട ഒന്നാണ് ദീന്. ആ ദീന് പലപ്പോഴും ഇന്ന് കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു. പേരുകളിൽ മാത്രം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹമാണ്. അള്ളാഹു എല്ലാ നിലക്കും നമ്മളെ ആദരിച്ചു. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ നമ്മൾ ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ ഖുർആനിൽ 2 പ്രയോഗമുണ്ട്. അള്ളാഹു ഖൗം എന്ന് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ഉമ്മത്ത് എന്ന് പറഞ്ഞു. ഈ ഖൗം എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ വിളിച്ചെടുത്തൊക്കെ ഉമ്മത്ത് എന്നാണ് പറഞ്ഞത്. എല്ലായിടത്തും ഉമ്മത്താണ്. കുൻതും ഖൈറ ഉമ്മ വജഅൽനാകും ഉമ്മത്തൻ വസത്ത വൽതകും മിൻകും ഉമ്മ. ഉമ്മത്തുൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉമ്മത്ത് എന്ന് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച്. ഖൗം എന്ന് പറഞ്ഞാൽ ആരുമാകെ ഏതൊരാൾക്കൂട്ടത്തിനും ഖൗം എന്ന് പറയാം. അപ്പൊ ഉമ്മത്താകുന്ന നമുക്ക് വലിയ ലക്ഷ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം? ആ ദൗത്യം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള പരിശ്രമമാണ്, സ്വർഗത്തിലേക്കുള്ള ഓട്ടമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത ലിൽ മുത്തഖീൻ. അല്ലാഹു നമ്മളെ വിളിച്ചുണർത്തുകയാണ്. നിങ്ങളൊരു വലിയ ഉമ്മത്താണ്, നിങ്ങളൊരു സമുദായമാണ്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലോകത്ത് കഴിഞ്ഞുപോയ ജനപദങ്ങളിൽ, ലോകത്ത് കടന്നുപോയ മനുഷ്യപദങ്ങളിൽ, നാഗരികതകളിൽ ഏറ്റവും ഉമ്മത്തായിട്ടുള്ള ഖൈറുള്ളവർ നിങ്ങൾ
ഞങ്ങളാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സമുദായത്തെ കുറിച്ച് അവരെ നോക്കിയിട്ട് അല്ലാഹു സർട്ടിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണ്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളാണ് നല്ല സമുദായം. എന്താണ് നിങ്ങളുടെ സമുദായം എന്ന് നിങ്ങളെ വേർതിരിക്കാനുള്ള കാര്യമെന്തോ അത് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, നിങ്ങൾ തിന്മ വിരോധിക്കുന്നു, അള്ളാഹുവിലുള്ള വിശ്വാസത്തെ നിങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവർ, ആ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ദ്രുതഗമനം ചെയ്യേണ്ടത്, നിങ്ങൾ മത്സരിക്കേണ്ടത് ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കാണ്, വജന്നത്തിൻ അവന്റെ സ്വർഗ്ഗത്തിലേക്കും, അർളുഹസ് സമാവാതു വൽ അർള് ആകാശങ്ങളും ഭൂമിയും കണക്ക വിശാലമായ സ്വർഗ്ഗം. ആ സ്വർഗ്ഗം എന്ന് പറയുന്നത് വഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗ്ഗമാണ്. ആ സ്വർഗ്ഗം, അതിന്റെ അപ്പുറത്തും നമുക്ക് മറ്റൊന്നുമല്ല നമ്മുടെ താല്പര്യം. 10, 60, 70 വർഷത്തെ ഈ കാലയളവിലൂടെ നമുക്ക് സ്വർഗം കിട്ടണം. ആ സ്വർഗം കിട്ടാൻ നമ്മൾ നിരന്തരമായി മത്സരിക്കണം. 2-3 പോയിന്റുകൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിക്കും. നമ്മുടെ മത്സരം ആ സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. ആ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ജീവിതത്തിൽ ഓരോ സമയവും നന്മകൾ എത്രത്തോളം, നന്മയുടെ സമയമാണല്ലോ ഇപ്പൊ കടന്നു വരുന്നത്. ഷാബാനിന്റെ 7-ലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഏതാനും ദിവസം കഴിയുമ്പത്തേന് റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ റമളാൻ എത്തുമ്പത്തേന് നമുക്ക് ഒരുങ്ങാനും ആ റമളാനിൽ പരമാവധി നന്മകൾ സമ്പാദിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു പടി എപ്പോഴും നന്മകളോടായിരിക്കണം മുൻഗണന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്താണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ചവനെ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നൽകണം. രണ്ടിടത്തും ഒന്നായി. മൂന്നാമത്തേതാണ് ദുനിയാവിനെ കുറിച്ചല്ല, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അപ്പൊ 2 കാര്യങ്ങൾ ഈ പരലോകത്തെ കുറിച്ചും ഒന്ന് ഈ ദുനിയാവിനെ കുറിച്ചുമാണ്. അപ്പൊ നമ്മുടെ മാത്സര്യം എന്തിനോടായിരിക്കണം? ഖതാമുഹു മിസ്കുൻ വഫി ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസുൻ. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്വർഗത്തിന് വേണ്ടിയാണ് നിങ്ങൾ മത്സരിക്കേണ്ടത്. കിടമത്സരം, അധ്വാനം, നിങ്ങളുടെ സമ്പത്ത്, ആരോഗ്യം, ഒഴിവ് എല്ലാം അതിനു വേണ്ടി മാറ്റിവെക്കണം എന്ന് അള്ളാഹു നമ്മളോട് പറയാണ്. ഒരാള് ഒരു നാട്ടില് അദ്ദേഹം എല്ലാ ആഴ്ചയിലും ഒരു ഞായറാഴ്ച ദിവസം അദ്ദേഹത്തിന്റെ 2 വിലപിടിപ്പുള്ള കാളകളുമായിട്ട് വരും. എന്നിട്ട് അദ്ദേഹം കാളപ്പോര് മത്സരം നടത്തും. വലിയൊരു മൈതാനത്ത് 100 കണക്കിന് ആളുകൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കും. ആ മത്സരം ഒരു 3 മണിക്ക് ആരംഭിക്കും. ഒരു 2-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ മത്സരം ആളുകളൊക്കെ ആവേശത്തിൽ അതിനുവേണ്ടി നേരത്തെ ഇടം പിടിച്ച് സ്ഥലം പിടിച്ച് കാത്തിരിക്കും. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 2 കാളകൾ, തടിച്ച കൊഴുത്ത കാളകൾ, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റുമാണ്, ഒന്ന് കറുപ്പാണെന്ന് വെളുപ്പാണ്. അദ്ദേഹം അങ്ങനെ അതിനെയും കൊണ്ട് വരും. ഈ മത്സരം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് കാളകളെയൊക്കെ അണിനിരത്തിയിട്ട് 2 ട്രാക്കിൽ നിർത്തിയിട്ട് ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം മൈക്കിൽ അനൗൺസ് ചെയ്യും, ഇന്നത്തെ മത്സരത്തിൽ വെളുത്ത കാള ജയിക്കും കേട്ടോ. അപ്പൊ ഈ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ, ചില ആളുകളൊക്കെ വെളുത്തതിനായിരിക്കും വാട്ടം പിടിക്കുന്ന സപ്പോർട്ട്, ചിലര് കറുത്തതിനായിരിക്കും. അപ്പൊ അവരൊക്കെ ഇങ്ങനെ, നമ്മൾ ഫുട്ബോൾ മത്സരം പോലെ ഓരോ ടീം ഉണ്ടാവുമല്ലോ. അങ്ങനെ മത്സരം തുടങ്ങി. മത്സരം 1-2 മണിക്കൂർ കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വെളുത്ത കാള വിജയിക്കും. അങ്ങനെ അദ്ദേഹം പറഞ്ഞ് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അടുത്ത ആഴ്ച അദ്ദേഹം വരും. മത്സരം തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് അദ്ദേഹം ഉറക്കെ പറയും, വിളിച്ചു പറയും, ഇന്ന് നമ്മൾ കറുത്ത കാളയായിട്ട് ജയിക്കാൻ പോകുന്നത്. ഓരോ ആഴ്ചയും അദ്ദേഹം പറയുന്നത് അങ്ങനെ ജയിക്കും. അങ്ങനെ കുറെ നാളുകൾ ഈ മത്സരം നീണ്ടുന്നു. ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരായി മാറി. എല്ലാവർക്കും അദ്ദേഹത്തോട് ഇഷ്ടമായി. എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹം ഇങ്ങനെ കുടിയിരുത്തപ്പെട്ടു. അവസാനം അദ്ദേഹം രോഗിയായി. രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ ഈ ആളുകള് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇടക്കിടക്ക് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വരും. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ. ആ വരുന്ന കൂട്ടത്തിൽ ചില ആളുകൾ ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങൾ പലപ്പോഴും എല്ലാ ആഴ്ചയിലും പറയാറുണ്ട് ഇന്ന് ഇന്ന നിറം ജയിക്കും, അത് തന്നെ ജയിക്കാറ്, അടുത്ത ആഴ്ച ഇന്നത് കളർ ജയിക്കും, അത് ജയിക്കും, ഇതിന്റെ പിന്നിലുള്ള രഹസ്യം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, അതിന്റെ രഹസ്യം മറ്റൊന്നുമല്ല. ഞാൻ ഒരു 3 ദിവസം, ഈ മത്സരം കഴിഞ്ഞ് അടുത്തൊരു 3 ദിവസം 2 കാളകൾക്കും നല്ല ഭക്ഷണം കൊടുക്കും, പോഷകാഹാരങ്ങൾ കൊടുക്കും, നല്ലത് കൊടുക്കും.
പിന്നെ ഞാൻ ഏതാണോ തോൽക്കണമെന്ന് ഞാൻ കരുതി ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിക്കുന്നത്, തീരുമാനിക്കുന്നത്, അതിന് പിന്നെ ഞാൻ അടുത്ത ദിവസം മുതൽ കുറച്ച് ഭക്ഷണം കൊടുക്കും, പോഷകം കുറഞ്ഞത് കൊടുക്കും. അങ്ങനെ അത് ആ മത്സരത്തിന്റെ സമയമാകത്തിന് ക്ഷീണിക്കും, ശരീരം ക്ഷീണിപ്പിക്കും. അങ്ങനെ ആ മത്സരത്തിന് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ നല്ല ഭക്ഷണം കൊടുത്ത് ജയിക്കും. അതാണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം. ഈ ആളുകൾ ആശ്ചര്യത്തോടു കൂടി അവിടുന്ന് തിരിച്ചു പോന്നു എന്നാണ്. എന്താണ് ഇത് നമുക്ക് നൽകുന്ന മെസ്സേജ്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പടി എപ്പോഴും നമ്മൾ കൂടുതൽ പോഷകം നൽകേണ്ടത് ആത്മീയമായ വശങ്ങൾക്കായിരിക്കണം, ആത്മീയമായിട്ടുള്ള താല്പര്യങ്ങൾക്കായിരിക്കണം, ആത്മീയമായിട്ട് നമുക്ക് വിജയിക്കാനായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയവും പരമാവധി നമ്മുടെ ആയുസ് ഏത് സമയത്ത് അവസാനിക്കുക, എപ്പോഴാണ് അവസാനിക്കുക, ഈ ഒരു കാഴ്ചപ്പാട് മനസ്സിനെ എപ്പോഴും ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കണം. ഒറ്റ പോയിന്റ് കൂടി ചേർത്ത് പറയാം. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട വിചാരം, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിന് വന്ന് നേരത്തെ വന്നിരുന്നു, ഈ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലെന്താണ്? ഇത് കേട്ട് പഠിച്ചവനെ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ആ വന്നിരുന്നത് മലക്കുകളുടെ കാരുണ്യം വർഷിക്കുന്ന, അവരുടെ പ്രാർത്ഥനകൾക്ക് വിധേയമാവാൻ സാധ്യതയുള്ള ഒരു സദസ്സിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. അങ്ങനെ അവിടെ പോയിരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ ഒരു കടാക്ഷം, കരുണ ലഭിക്കണം, അവന്റെ ഒരു അനുഗ്രഹം നമ്മിലേക്ക് ബർക്കത്ത് ഇറങ്ങി വരണം. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവേണ്ടത്, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഖബറിലേക്ക് വേണ്ടി, നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി, നമ്മുടെ ഹിസാബിന് വേണ്ടി, നമ്മുടെ വിചാരണയ്ക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്നൊരു മാനസികാവസ്ഥ അത് നമുക്കുണ്ട്. എന്നാലും ഇടക്കിടക്ക് നമ്മളത് പുതുക്കിക്കൊണ്ടിരിക്കണം. ജദ്ദിദു ഈമാനുക്കും, നിങ്ങളുടെ ഈമാൻ ശക്തിപ്പെടുത്തണം. ഒരു വലിയ മുതലാളി, ഒരു ധനാഢ്യനായ കോടീശ്വരൻ, അദ്ദേഹത്തിന്റെ ഏക്കറക്കണക്കിന് വരുന്ന ഭൂമികയിൽ നൂറുകണക്കിന് തൊഴിലാളികളുണ്ട്. എല്ലാ ദിവസവും വരും. അവർക്കൊക്കെ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കുന്നു, കൂലി കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെ അവരുടെ ജീവിത കൂട്ടത്തിലേക്ക് ഒരു തൊഴിലാളി ഇടക്കാലത്ത് വന്നപ്പോൾ അദ്ദേഹം വന്നു മാത്രമല്ല, വന്ന് ഏതാനും ദിവസങ്ങൾ ജോലി ചെയ്തപ്പോഴത്തേന് തന്നെ ഈ മുതലാളിയുടെ മനസ്സിൽ സ്നേഹവും ഇഷ്ടവും പിടിച്ചു പറ്റാൻ ഈ തൊഴിലാളിക്ക് കഴിഞ്ഞു. ഈ മുതലാളിയുടെ പ്രിയപ്പെട്ട ആളാകാൻ കഴിഞ്ഞു. അതിന്റെ മുമ്പൊന്നും ഇല്ലാത്തവർക്ക് കിട്ടാത്തൊരു സ്നേഹവും ഇദ്ദേഹത്തോട് വലിയ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പൊക്കെ ഈ മുതലാളിക്ക് ഉണ്ടായി. കാര്യം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള താല്പര്യം, ആത്മാർത്ഥത, അദ്ദേഹത്തിന്റെ നീയത്ത്, ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ അതിന് കാരണക്കാരനാക്കി മാറ്റിയത്. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഓരോ ദിവസവും അദ്ദേഹം സ്നേഹം കൂടിക്കൂടി വരികയാണ്. ജോലി ഇങ്ങനെ നല്ല നിലക്കായപ്പോൾ ഈ മുതലാളിക്ക് അദ്ദേഹത്തോട് സ്നേഹം കൂടി വന്നു. അപ്പൊ ഈ മുതലാളി തീരുമാനിച്ചു എൻ്റെ ഈ പ്രിയപ്പെട്ട തൊഴിലാളി ഒരു 20 കൊല്ലം എൻ്റെ കൂടെ ഇതേപോലെ ജോലി ചെയ്താൽ ആ 20 കൊല്ലം പൂർത്തിയാകുന്ന ദിവസം അദ്ദേഹത്തിന് ഞാൻ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കും, വിലപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഈ മുതലാളി തീരുമാനിച്ചു. അങ്ങനെ പോയി ഇടക്ക് വെച്ചൊക്കെ പലരും പിരിഞ്ഞുപോയി, പല തൊഴിലാളികളും ഇടക്ക് വെച്ച് നിർത്തിപ്പോയി. ഇദ്ദേഹം ഇങ്ങനെ സ്നേഹം കൂടി മുതലാളിയുടെ പ്രിയപ്പെട്ടവനായി മാറി ഏറ്റവും അടുത്തവനായി മാറി. 20 വർഷം തികയാ. ഈ തികയുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഈ മുതലാളി വിലപിടിപ്പുള്ള സമ്മാനം അദ്ദേഹത്തിന് വേണ്ടി വാങ്ങിവെച്ചു. ഈ 20 വർഷം തികയുന്നെന്ന് രാവിലെ വീട്ടിലേക്ക് ജോലിക്ക് വന്ന ഈ തൊഴിലാളിയോട് മുതലാളി പറഞ്ഞു, ഇന്ന് താങ്കളുടെ ജോലി എൻ്റെ വീട്ടിലും പറമ്പിലും അല്ല, ഒറ്റ ജോലിയേ ഉള്ളൂ താങ്കൾക്ക്. ഞാൻ ഏൽപ്പിക്കുന്ന വസ്തു എൻ്റെ ഏറ്റവും ചെറിയ അനിയൻ സഹോദരന്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇത് ഞാൻ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങി വെച്ചതാണ്, പക്ഷെ എൻ്റെ ചെറിയ അനിയന്റെ കൈ കൊണ്ട് കൊടുക്കണമെന്ന് എനിക്കൊരു നിയ്യത്തുണ്ട്. അതുകൊണ്ട് താങ്കൾ ചെയ്യേണ്ടത് ആ വീട്ടിൽ അത് എത്തിക്കണം. ഒരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. ആ 10 കിലോമീറ്റർ ദൂരത്തേക്ക് അത് കൊണ്ടുപോവേണ്ടത് തലയിലേറ്റിയാണ് കൊണ്ടുപോകേണ്ടത്. വലിയ പെട്ടിയാ. ആ പെട്ടി തലയിലേറ്റണം. ഈ മുതലാളിന്റെ വീട്ടിൽ 10 കണക്കിന് വാഹനങ്ങളുണ്ട്, 100 കണക്കിന് വാഹനങ്ങളുണ്ട്, അതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല, താങ്കൾ തലയിലേറ്റി പോകണം. അദ്ദേഹത്തിന്റെ തലയിലേക്ക് അത് പിടിപ്പിക്കുക 2 ആളെ കൊണ്ട്. ഒരാൾ പിടിച്ചാൽ പൊങ്ങൂല, 2 ആളെ കൊണ്ട് പിടിപ്പിച്ച് തലയിലേക്ക് വെച്ചു കൊടുത്തു. അയാൾ വളരെ സാഹസികമായിട്ട് നടക്കാൻ തുടങ്ങി. 1/2 കിലോമീറ്റർ പോയപ്പോഴത്തേന് തളർന്നു. അതുവഴി വന്ന 2 ആളുകളെ കൊണ്ട് പെട്ടി ഇറക്കി വെപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യൻ ക്ഷീണം മാറിയപ്പോൾ വീണ്ടും കുറച്ച് കഴിഞ്ഞ് 2 ആൾ വേറെ വന്നപ്പോൾ അവരെ കൊണ്ട് പിടിപ്പിച്ചു. നടക്കാൻ തുടങ്ങി. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കി വെക്കും. അങ്ങനെ ഇറക്കി വെച്ച് പിന്നെയും പിടിപ്പിച്ച് പിന്നെയും ഇറക്കി പിന്നെയും പിടിച്ച് അങ്ങനെ അദ്ദേഹം പോവാണ്. അങ്ങനെ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേന്, ഒരു പകുതിയൊക്കെ എത്തിയപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു വെറുപ്പ്. ആരോട്? ഈ മുതലാളിയോട്. ഈ മുതലാളി ഇത്രയും കാലം സ്നേഹിച്ച മുതലാളിയോട് വെറുപ്പ് വരാൻ തുടങ്ങി, ദേഷ്യം പ്രകടമാകാൻ തുടങ്ങി. ഈ മനുഷ്യൻ ഇങ്ങനെ അദ്ദേഹം സ്വന്തത്തോട് പറയാ, എന്തിനാ എൻ്റെ മുതലാളി ഇങ്ങനെ എന്നെ ഇടങ്ങാറാക്കുന്നത്? ഞാൻ എത്ര നല്ല ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഇത്രയും 20 വർഷക്കാലം ജോലി ചെയ്തത്.
എന്നെ കഷ്ടപ്പെടുത്തണമായിരുന്നോ? എനിക്ക് പൊങ്ങാത്ത ഒന്ന് എന്നെ കൊണ്ട് പൊക്കി പ്രയാസപ്പെടുത്തി പിടിച്ചെന്ന് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടിക്കണമായിരുന്നു. എത്ര വാഹനങ്ങൾ വെറുതെ കിടക്കുന്നു, ഒന്നിൽ കൊണ്ടുപോയിട്ട് എത്തിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാലടി മുന്നോട്ട് വെക്കുമ്പോഴും ഈ മുതലാളിയെ ശപിക്കുകയാണ്, അദ്ദേഹത്തോട് ദേഷ്യം പിടിക്കുകയാണ്, പരിഭവപ്പെടുകയാണ്, അമർഷം രേഖപ്പെടുത്തുകയാണ്. അവസാനം ഒരു 3 മണിക്കൂർ ഒക്കെ പിന്നിട്ടപ്പത്തേന് ആ വീട്ടിലെത്തി അത് ഇറക്കി വെപ്പിച്ച് അനിയൻ അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി, വെള്ളം കൊടുത്ത്, ജ്യൂസ് കൊടുത്ത്, പിന്നെ നല്ല ഭക്ഷണം കൊടുത്ത്, ക്ഷീണം മാറിയതിന് ശേഷം എല്ലാം റാഹത്തായപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ അനിയൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു ചാവി കൊടുത്തു, അത് താങ്കൾ തന്നെ വെക്കണം. ഈ പെട്ടിയിലുള്ള വസ്തുക്കൾ എന്താണോ അത് മുഴുവൻ താങ്കൾക്കുള്ളതാണ്. എൻ്റെ ഇക്ക, എൻ്റെ ജ്യേഷ്ഠൻ നിങ്ങളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയും കണ്ടപ്പോ എന്നോ നീയത്ത് വെച്ചൊരു കാര്യമാണിത്, അതിലുള്ളതൊക്കെ നിങ്ങൾക്കാണ്. പക്ഷെ എൻ്റെ ജ്യേഷ്ഠനൊരു നീയത്തുണ്ടായിരുന്നു, ഞാൻ വഴി നിങ്ങളെ അത് ഏൽപ്പിക്കണം. എന്നോടുള്ള ഇഷ്ടം കാരണം, ഞാനുമായിട്ടുള്ള ബന്ധം കാരണം എൻ്റെ കൈകൾ കൊണ്ട് അത് ഏൽപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതുവരെ എത്തിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ഇത് താങ്കൾക്ക് വീട്ടിലേക്ക് പോവാം, താങ്കളുടെ വീട്ടിലേക്ക് അതും കൊണ്ട് പോവാം. അദ്ദേഹത്തിന്റെ തലയിലേക്ക് 2 ആളുകളെ കൊണ്ട്, അവിടുത്തെ 2 ആളുകളെ കൊണ്ട് പിടിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എന്തായിരിക്കുമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളത്, അതിൻ്റെ ഉള്ളിലുള്ള ആ സമ്മാനം എന്തായിരിക്കും? ആ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം പിന്നിട്ട് അതുവഴി വന്ന 2 ആളെ കൊണ്ട് അത് പിടിപ്പിച്ച് ഇറക്കി വെപ്പിച്ചിട്ട് ആ ചാവി പോക്കറ്റിൽ നിന്നെടുത്ത് അത് തുറന്നു നോക്കുന്നുണ്ട്. തുറന്നപ്പോ ഇയാളുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി, ഇയാളുടെ ഹൃദയം പിടച്ചുപോയി. ആ പെട്ടി നിറച്ച് സ്വർണത്തിന്റെ നാണയങ്ങളായിരുന്നു. വില മതിക്കുകയാണെങ്കിൽ കോടാനുകോടികൾ വില മതിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ. ഇദ്ദേഹം ആ പെട്ടി പെട്ടെന്ന് ലോക്ക് ചെയ്തു, ചാവി പോക്കറ്റിലേക്ക് ഇട്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തിരിച്ചുള്ള വീട്ടിലേക്കുള്ള ഒരു യാത്രയുണ്ട്. ആ യാത്ര ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഇതുവരെ 2 ആളെ കൊണ്ട് പിടിപ്പിച്ച പെട്ടി ഈ മനുഷ്യൻ ഒറ്റക്ക് തലയിലേക്ക് പിടിച്ചു വെക്കുന്നുണ്ട്. ഇതുവരെ പതുക്കെ വേച്ച് നടന്ന ഈ മനുഷ്യൻ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇതുവരെ ഓരോ കാലടി വെക്കുമ്പോ ഏത് മുതലാളിയെയാണോ ശപിച്ചത്, ഓരോ കാലടിയിലും ആ മുതലാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ കാലടിയിലും ആ മുതലാളിക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നുണ്ട്. എന്തേ കാര്യം? ആദ്യത്തെ യാത്രയിൽ ഞാൻ ഈ ചുമക്കുന്നത് എനിക്ക് വേണ്ടിയാണെന്ന് ആ മനുഷ്യൻ അറിഞ്ഞിരുന്നില്ല. രണ്ടാമത്തെ യാത്രയിൽ ആ മനുഷ്യന് ബോധ്യപ്പെട്ടു, ഞാൻ ഈ ചുമക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ഈ മാറ്റമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു മാറ്റത്തിന്റെ ചിന്തയാണ് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ചേർത്ത് വെക്കുന്നത് ആ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ ആജ്ഞയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ ഹത്താ ഇദാ ജാഊഹാ വഫതിഹത് അബ്വാബുഹാ വഖാല ലഹും ഖസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. ഇങ്ങനെ താൻ ചെയ്യുന്നത് എനിക്കാണെന്ന ആഗ്രഹത്തിലും താല്പര്യത്തിലും ചെയ്തവർ, കഠിനാധ്വാനം ചെയ്തവർ, അള്ളാഹുവിന് വേണ്ടി ഉറക്കമടിച്ചവർ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റിട്ട് സാഹസികമായി നമസ്കരിച്ചവർ, സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് കടന്നുപോയവർ, ഓരോ നമസ്കാരങ്ങൾക്കും പരമാവധി പ്രയത്നിച്ചവർ, സമ്പത്ത് കൊണ്ട് സക്കാത്ത് കൊടുത്തവർ, ആരോഗ്യം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചവർ, ആ ആളുകൾ നാളെ വിജയത്തിന്റെ കൊടിയുമായിട്ട്, വിജയത്തിന്റെ പതാകയുമായി നാളെ സ്വർഗത്തിലേക്ക് തെളിക്കപ്പെടുകയാണ്, സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ്. കൂട്ടം കൂട്ടമായിട്ട് തെളിക്കപ്പെടുമ്പോൾ അതിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. അവർക്ക് വേണ്ടി മലർക്ക തുറന്നു കൊടുക്കുമ്പോൾ ആ കവാടങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വമുള്ള മലക്കുകൾ വഖാല ലഹും ഹസനതുഹാ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. നിങ്ങൾ നന്നായി പ്രവർത്തിച്ചതിന്റെ പേരിൽ, നിങ്ങൾ പരമാവധി യത്നിച്ചതിന്റെ പേരിൽ, കഠിനാധ്വാനം ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ സമാധാനത്തോടു കൂടി പ്രവേശിക്കുവിൻ, നിങ്ങൾക്കാണ് രക്ഷയുള്ളത്, നിങ്ങൾക്കാണ് സമാധാനമുള്ളതെന്ന് പറഞ്ഞ് ആശീർവാദത്തിന്റെ വാക്കുകൾ കൊണ്ട് അവരെ മലക്കുകൾ പൊതിയുമെന്ന് ഖുർആൻ പറയുകയാണ്. നാളെ പരലോകത്ത് വീണ്ടും നമ്മുടെ കൈകളിൽ ഗ്രന്ഥം കിട്ടുമ്പോൾ, നമ്മുടെ വേദങ്ങൾ, നമ്മുടെ ഏടുകൾ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കപ്പെടുമ്പോൾ അവിടെ വെച്ച് നമുക്ക് ബോധ്യമാവുകയാണ്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി
ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ. അന്നേതൊരാളുടെ കയ്യിൽ വലത് കയ്യിൽ വേദം കിട്ടിയോ, വലത് കയ്യിൽ കർമ്മരേഖകളുടെ ഏട് കിട്ടിയോ, ഫയഖൂലു അവൻ പറയുകയാണ് ഹാ ഉഖ്റഊ കിതാബിയ, എന്റെ കിതാബൊന്ന് വായിച്ചു നോക്കുവിൻ, എന്റെ കിതാബൊന്ന് വായിച്ചു നോക്കുവിൻ. ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചവനായിരുന്നു. നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കാതെ വഴിമാറി സഞ്ചരിച്ചപ്പോൾ ഞാൻ അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തവനായിരുന്നു. ഇന്നി ലനന്തു അന്നി മുലാക്കിൻ ഹിസാബിയ. ഇങ്ങനെ ഒരു വിചാരണയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നു. ഇങ്ങനെ ഒരു വിചാരണയെ നേരിടണമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതൊരു മൗഢ്യമായ ധാരണയായിരുന്നില്ല, യുക്തിവാദത്തിന്റെ ഒരു വാദമായിരുന്നില്ല, അങ്ങനെയുള്ള ചിന്തയായിരുന്നില്ല. ഞാൻ ഉറപ്പിച്ചെന്റെ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യമായിരുന്നു. അത്തരം ആളുകൾക്ക് അവർക്ക് സംതൃപ്തകരമായ ജീവിതമുണ്ട്, തൃപ്തികരമായ ജീവിതവും ഉന്നതമായ സ്വർഗവും അവർക്കുണ്ട്. ഈ സ്വർഗമായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഞാൻ ആകെ പറഞ്ഞതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത്, അള്ളാഹു നമുക്ക് മഹത്തായ സൗഭാഗ്യം നൽകി, മുസ്ലിം ആവാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ഹിദായത്ത് അള്ളാഹു കനിഞ്ഞു നൽകി. അത് നൽകിയിട്ട് നമ്മൾ എങ്ങനെ ആകണമെന്ന് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എല്ലാം ചെയ്തു തന്നു. എല്ലാം ചെയ്തിട്ട് അള്ളാഹു നമ്മളോട് പറഞ്ഞ, നിങ്ങൾ എനിക്ക് വേണ്ടി കുറച്ചൊക്കെ സമയം മാറ്റി വെക്കണം. ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജീവിതം സമർപ്പിച്ചാൽ നാളെ അതിന് നിങ്ങളോട് ഞാൻ കടപ്പെട്ടവനായിരിക്കും. ഞാൻ നിങ്ങളോട് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നൽകും. അതാണ് ആ സ്വർഗം, അതാണ് ആ മനോഹരമായ സ്വർഗം. ആ സ്വർഗമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമയത്തും മനസ്സുകളിൽ നിലനിൽക്കേണ്ട ഒന്ന്. ഒറ്റ കാര്യം കൂടെ ചേർത്ത് പറയാം. ഒരു അറബിയിലൊരു ഇബ്രത്തുണ്ട്. ഒരു മനുഷ്യന് അത്യാവശ്യം ഒരു പ്രായമുള്ളൊരു മധ്യവയസ്കൻ ഒരു നാട്ടിലൂടെ അങ്ങനെ പോവുക. ഒരു നാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോയി അദ്ദേഹം ക്ഷീണിച്ച് ഉച്ചയായപ്പോൾ ഒരു പള്ളി കണ്ടു. ആ പള്ളിയിൽ അദ്ദേഹം വിശ്രമിക്കാൻ, നമസ്കരിക്കാനും അത് കഴിഞ്ഞിട്ടൊന്ന് വിശ്രമിക്കാമെന്നുള്ളൊരു താല്പര്യത്തിൽ അദ്ദേഹം അവിടെ കയറി. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം അവിടെ കയ്യിലുണ്ടായിരുന്ന റൊട്ടി മറ്റൊക്കെ കഴിച്ചിട്ട് അവിടെ വിശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ഒന്ന് ഉറങ്ങി. അസറിന്റെ സമയത്ത് എണീറ്റു. അങ്ങനെ അസർ നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹം അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു ഖബർസ്ഥാനുണ്ട്. ആ ഖബർസ്ഥാനിലൂടെ ഒന്നിങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ ആ ഖബർസ്ഥാനിൽ ഓരോ ഖബറിലും ആളുകളുടെ പേരുകളുണ്ട്. ആ പേരിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ വർഷം എഴുതി വെച്ചിട്ടുണ്ട്. 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം. അദ്ദേഹത്തിന് മാക്സിമം കാണാൻ കഴിഞ്ഞത് 6 വർഷമാണ്. 1 വർഷം, 6 മാസം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മാക്സിമം അദ്ദേഹം കണ്ടത് 6 വർഷമാണ്. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ആശ്ചര്യം തോന്നി. ഇവിടെ എന്താ ചെറുപ്പക്കാർ മരിക്കുന്നുണ്ടോ? എല്ലാവരും നേരത്തെ മരിക്കുകയാണ്. എന്താണ് ഇവിടെ ഇതിൻ്റെ ഒരു കൃത്യം മനസ്സിലായില്ല. അദ്ദേഹം ആര്യവസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഒരു കാര്യപ്പെട്ട ഒരാളോട്, ആ മഹലിലെ ഒരു കാര്യപ്പെട്ട ഒരു പ്രായമുള്ള ഒരാളോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലെന്താണ് ആളുകളൊക്കെ നേരത്തെ മരിക്കുന്നുണ്ടോ? 6, 2, 1, 3, 6 മാസമൊക്കെയുള്ള ഞാൻ കണ്ടത്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഞങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ മരിക്കുന്നത് 70, 80, 90, 100 പക്ഷെ ഞങ്ങളുടെ ഈ നാട്ടിലൊരു രീതിയുണ്ട്. എന്താ രീതി എന്ന് ചോദിച്ചാൽ, ഒരാൾ മരിച്ചിട്ട് അദ്ദേഹത്തെ ഖബറടക്കിയാൽ ഈ പേരവിടെ എഴുതി വെക്കും. ഈ വർഷം ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് എഴുതുക. ഒരു 2 ദിവസം ഞങ്ങൾ അവിടുത്തെ കമ്മിറ്റി കൂടും. എന്നിട്ട് ഈ കമ്മിറ്റി കൂടിയിട്ട് ഈ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളൊരു അവലോകനം നടത്തും. ഇദ്ദേഹം എത്രയാണോ ജീവിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി ഈ കാലയളവിൽ 70, 80, 90 വർഷത്തിൽ എത്ര സമർപ്പിച്ചു, ജീവിച്ചു എന്ന് കാൽക്കുലേറ്റ് നടത്തിയിട്ട് കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഇരുത്തിയിട്ട് ഞങ്ങളൊക്കെ ഇരുന്ന് കാൽക്കുലേഷൻ നടത്തിയിട്ട് അതാണ് ഞങ്ങൾ എഴുതി വെക്കാറ്. അതാണ് ഞങ്ങളുടെ രീതി. അപ്പം ഈ മനുഷ്യൻ പറഞ്ഞു, എങ്കിൽ ഞാനെങ്ങാനും ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൻ്റെ താഴെ നിങ്ങൾ എഴുതി വെക്കണം, ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എന്നർത്ഥം. എൻ്റെ ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല. കാൽക്കുലേഷൻ നടത്തിയാൽ നമ്മൾ ആലോചിക്കേണ്ട വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ ആയുസ് തീരുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഖബറാകുന്ന ആ പെട്ടിയിലേക്ക് അടുക്കി വെക്കാൻ, അത് തുറക്കപ്പെടുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്താവണമെന്നതിനെ കുറിച്ചുള്ള ആലോചന ജീവിതത്തിന്റെ എല്ലാ സമയത്തും ഉണ്ടാവണം. അതിനാണ് ഇത്തരം തദ്ക്കിറകൾ, അതിനാണ് ഇത്തരം സംഗമങ്ങൾ, അതിനാണ് ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടലുകൾ നടത്തുന്നത്. നമ്മുടെ ഈമാൻ ഇങ്ങനെ ഇടക്കിടക്ക് പുതുക്കി നമ്മൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായി മാറുക. എന്നാൽ അള്ളാഹിന്റെ സഹായവും അവരിൽ നിന്നുള്ള നിർഭയത്വവും ഭയമില്ലായ്മയും ഒക്കെ നമുക്ക് സമ്മാനിക്കപ്പെടാൻ, നമ്മിലേക്ക് കടന്നു വരാൻ ഇതൊക്കെ കാരണമാകും. ഇത്തരത്തിലുള്ള ആലോചനകളും ചിന്തകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മർമ്മപ്രധാനമായ വിഷയങ്ങളാണ് എന്ന തിരിച്ചറിവായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. ആ രൂപത്തിൽ ചിന്തിച്ച്
ആലോചിച്ച് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ, വികസനമാക്കാൻ, ഏറ്റവും മൂല്യമുള്ളതാക്കാൻ നമ്മൾ നിതാന്തമായിട്ട് കഠിനാധ്വാനം ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ യത്നിക്കുക. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തക്കികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ചിരുത്തം അള്ളാഹു ഒരു സൽക്രമമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഈ ഒരുമിച്ചിരുത്തിയതുപോലെ നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവർ, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, നമ്മുടെ അയൽവാസികൾ, കൂട്ടുകാർ, എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും, ഭീതിതമാവുന്ന നരകശിക്ഷയിൽ നിന്നും, ബർസക്കിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകുമാറാവട്ടെ. നാളെ പരലോകത്ത് ഉന്നത സ്ഥാനങ്ങളിൽ വിഹരിക്കുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അർഹം മൗതാനാ വമൗതൽ മുസ്ലിമീൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.